അടുത്ത ഇലക്ഷനില് മിക്കവാറും നെതന്യാഹുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം 92% പേരും ഇസ്രായേലില് ഇറാൻ യുദ്ധത്തിൽ ഇറാനാണ് ജയിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം ഒക്ടോബർ 2026 ആണ് അടുത്ത ഇലക്ഷൻ ഇസ്രായേലിൽ നടക്കാൻ പോകുന്നത്. ഹാർഡ്ലി ഇനിയിപ്പോ പറഞ്ഞാല് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അതും കൂടെ കഴിഞ്ഞാൽ 3 മാസം കൂടെ കഴിഞ്ഞാൽ ഇലക്ഷൻ ആണ്. മാത്രമല്ല അഴിമതി കേസുകളുടെ ഒരു നിര തലക്ക് മുകളില് മറ്റേ ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ കിടന്ന് തൂങ്ങി ആടുന്നും കൂടെ ഉണ്ട് നെതന്യാഹുവിന്റെ കാര്യത്തില്. അപ്പോഴാണ് ഇസ്രായേലിലെ സെക്യൂരിറ്റി മാൻ, അതായത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് സെക്യൂരിറ്റി നൽകുന്ന, രാജ്യത്തിന് സുരക്ഷ നൽകുന്ന, എന്താ പറയാ ഇപ്പൊ ഒരു ഉരുക്കു എന്താ പറയാ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇസ്രായേലിന് പേരും പ്രശസ്തിയുള്ള മഹാനാണ് യഥാർത്ഥത്തില് നെതന്യാഹു. സെക്യൂരിറ്റി മാൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ സെക്യൂരിറ്റി മൊത്തം കൊടുക്കുന്നത് സകല ആൾക്കാരെ ബങ്കറിലോട്ട് വിട്ടിട്ടാണെന്ന് മാത്രം. അത് പോട്ടെ. എന്നിരുന്നാലും ആ സെക്യൂരിറ്റി മാൻ എന്ന് പറയുന്ന ജനപ്രീതിക്കും കൂടെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളെല്ലാം പോയി വീണേക്കുന്നത് ഈ വിശ്വാസത്തിന്റെ തലയിലാന്നും കൂടെ ഓർക്കണം. അതിന്റെ കൂട്ടത്തില് ഇസ്രായേൽ സൈന്യത്തിന് ആകപ്പാട് അറിയാവുന്നത് ഗസയിലും ലെബനോനിലൊക്കെയുള്ള സാധാരണ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തീരുമാനാക്കുന്ന കാര്യം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ എന്നും കൂടെ ഉണ്ട്. അപ്പോ അതിന്റെ ഒരു പൂർണ്ണമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോ ഏതൊക്കെ ഏജൻസീസ് ആണ് യഥാർത്ഥത്തില് ഈ സർവേ നടത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ആ സർവേയുടെ ഫലം എന്നുള്ളതൊക്കെ. അപ്പോ അത് നമുക്കൊന്ന് നോക്കാം. ഹീബ്രു യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അകം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ചർച്ച. ചാനൽ 12 അവര് ഈ ഒരു ചർച്ചയുടെ ഫലം പ്രസിദ്ധീകരിച്ചത്. അപ്പോ അതേപോലെ തന്നെ അടുത്ത ഒരു ഫലം എന്ന് പറയുന്നത് അസോസിയേറ്റഡ് പ്രസ് NORC സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ച് നടത്തിയ സർവേയിലുമാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. അപ്പൊ 2 ഏജൻസീസ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ഹീബ്രു യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അകം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള ചർച്ച. ചാനൽ 12 പ്രസിദ്ധീകരിച്ചിട്ടുള്ള സർവേകളുടെ ഒരു റിപ്പോർട്ട് പ്രകാരം യുദ്ധത്തിൽ ഇറാൻ ജയിച്ചതായി 92.1% ഇസ്രയേലുകാരും കരുതുന്നു. അടിപൊളി. അയ്യോ. അതായത് ഇറാന്റെ കയ്യിൽ എന്തുണ്ട്? ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പ്രശ്നമാണ്. നമ്മുടെ സെക്യൂരിറ്റിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല, ഇറാനെ ചാമ്പലാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഐഡിയ കൊണ്ട് ട്രംപിന്റെ അടുത്ത് പോയി ട്രംപിനെ കുഴി ചാടിച്ചു അവസാനം. എന്നിട്ട് ട്രംപിനെ കൊണ്ട് യുദ്ധവും ചെയ്യിപ്പിച്ചു. ഇസ്രായേലും അതിൽ പങ്കെടുത്തു. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? 92.1% ആൾക്കാരും ഇറാനാണ് യുദ്ധത്തിൽ ജയിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ഇറാന് സത്യത്തിൽ അങ്ങനത്തെ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ സക്സസ്ഫുള്ളി സാധിച്ചിട്ടുണ്ടെന്നും കൂടെ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമാണ്. യുദ്ധത്തിന്റെ ഫലം പ്രതികൂലമായെന്ന് 86% പേരും കരുതുന്നതായി സർവേയിലുണ്ട്. ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷ ദുർബലപ്പെട്ടതായി സർവേയിൽ പങ്കെടുത്ത 82.9% പേരും കരുതുന്നു. ഇതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? ഇറാൻ ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സൂപ്പർസോണിക് മിസൈലുകളും ഈ അയൺ ഡോമിനെയും പാട്രിയറ്റിനെയൊക്കെ നോക്കുകുത്തിയാക്കിയിട്ട് ഇസ്രായേലിൽ പോയി വീഴുകയും നല്ല നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി പ്രാപ്തമല്ല എന്നുള്ള വിശ്വാസവും അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ PVC പൈപ്പിന്റെ ഉള്ളില് എക്സ്പ്ലോസീവ്സ് നിറച്ചിട്ട് ഈ പറയുന്ന ഗസയുടെ അതിർത്തി പ്രദേശങ്ങളിലോട്ട് ഹമാസ് വിടുന്ന പോലെ അല്ലല്ലോ ഇറാൻ വിടുന്ന വളരെ വലുപ്പേറിയിട്ടുള്ള മെനൂവറബിലിറ്റി ഒക്കെ അല്ല സൂപ്പർസോണിക് മിസൈൽ. ഇത് നന്നായിട്ട് പോയി വീഴുകയും മാത്രമല്ല മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായി ഇറാൻ ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം അങ്ങോട്ട് കയറി നടത്തുകയും കൂടെ ചെയ്ത സാഹചര്യത്തിലാണ് 82% പേരും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് തേങ്ങയാണ്, കുമിളയാണ് എന്നുള്ളത് ഇപ്പൊ വിശ്വസിക്കുന്നത്. ഇനി ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ സാഹചര്യം ഗണ്യമായി മെച്ചപ്പെടുത്തി എന്ന പ്രധാനമന്ത്രിയുടെ വാദത്തെ 72.5% ആളുകളും വിശ്വസിക്കുന്നില്ലെന്ന് സർവേയിൽ പറയുന്നു. എങ്ങനെ വിശ്വസിക്കും മല്ലയ്യ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അതായത് സൂപ്പർസോണിക് മിസൈലുകൾക്ക് ചെന്നങ്ങ് വീണിട്ട്
ബങ്കറും ഇല്ല, ഒരു തേങ്ങയില്ലാത്ത രീതിയിൽ മൊത്തം അങ്ങ് നശിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. അയൺ ഡോം ഉണ്ട്, അതേപോലെ തന്നെ സൈറൻ മുഴങ്ങും. ഇപ്പൊ ആ സൈറൻ മുഴങ്ങുന്ന സമയത്ത് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ബങ്കറിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന ഇസ്രായേലിലെ ജനങ്ങളുടെ ആ ഒരു ചിന്തക്ക് ചെറിയൊരു അടി ഇറാൻ കയറി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സൈനിക നീക്കത്തിന്റെ കാര്യമാണ്. സൈനിക നീക്കത്തിൽ ഇസ്രായേൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെടുകയോ ലക്ഷ്യങ്ങൾ ഭാഗികമായി മാത്രം നേടുകയോ ചെയ്തു എന്നാണ് 87.8% പേരുടെയും അഭിപ്രായം. അതിനാകെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരിപാടി, അതായത് ഇസ്രായേൽ സൈന്യത്തിനെ കൊണ്ട് പറ്റുന്ന പരിപാടി എന്താ? ഗസയിലെയും അതേപോലെ തന്നെ ലെബനോനിലേക്കുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമല്ലേ അറിയാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മിലിറ്ററി ട്രൂപ്പുമായിട്ട് ഡയറക്റ്റ് കോമ്പാക്ട് അറിയോ? 7 ഡേ 6 ഡേ വാറൊക്കെ നമുക്ക് അറിയാമെങ്കിൽ കൂടെ അതിനൊക്കെ ശേഷം ഇവർ ചെയ്തിട്ടുള്ളത് എന്താണ്? കല്ലെടുത്തറിയാൻ മാത്രമേ അറിയാവുന്ന കുറെ ആൾക്കാരെ നേരെ ഈ തോക്കും ചൂണ്ടി ചെന്നു എന്നുള്ളത് ഇവർക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്തത് നോക്കാം. 56.4% പേര് ഈ യുദ്ധത്തിൽ നെതന്യാഹുവിന്റെ ഭരണ നിർവഹണം മോശമാണെന്നോ പരാജയമാണെന്നോ വിശ്വസിപ്പിച്ചു. അതിന് ഭരണ നിർവഹണം അല്ലല്ലോ യഥാർത്ഥത്തിൽ അവിടെ നടന്നേ. അതായത് അഴിമതി കേസിൽ അറസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മുഖങ്ങളിലും യുദ്ധം അങ്ങ് തുറന്നു വെച്ചു. യുദ്ധം തുറന്നു വെക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിക്കെതിരെ ആരും കല്ലെടുത്ത് വരത്തില്ലല്ലോ. അതായിരുന്നു ഐഡിയ. അതുകൊണ്ട് തന്നെയാണ് ലെബനോനിൽ വെടിനിർത്തലിലേക്ക് പോകാൻ ഭയങ്കര മടി. വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്ത് ചെയ്യും? ആ കേസ് അങ്ങ് പൊടി തട്ടിയെടുക്കും. അപ്പൊ അതാണ്, അല്ലാതെ ഭരണനിർവഹണം തേങ്ങയൊന്നും ആയിരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട ചേതോവികാരം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇതിലൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ്. അതേസമയം വിമർശനങ്ങൾക്കിടയിൽ തുടർന്നുള്ള സൈനിക നടപടികൾക്കുള്ള പിന്തുണ സർവേയിൽ പങ്കെടുത്തവർക്കിടയിൽ ശക്തമാണ്. അതായത് ഇസ്രായേൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് എല്ലാം തന്നെ നടത്തണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ധാർമ്മികമായിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്നിട്ട് ഇസ്രായേൽ ചെയ്തതൊന്നും ശരിയായില്ല, ഇറാൻ ജയിക്കുന്ന യുദ്ധമായി പോയി, ഞങ്ങളുടെ സൈനിക ശക്തി എല്ലാം ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് കോട്ടം വന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോജിക്കൽ അല്ലെങ്കിൽ സഹാനുഭൂതിയുടെ കാര്യത്തിൽ നിന്നിട്ടല്ല ഈ സർവേയിലെ ഫലങ്ങൾ പറയുന്നത്. അതായത് അവരെ കയറി അടിക്കുന്നതിൽ നമ്മൾ കുറച്ച് കുറവ് വരുത്തി എന്നുള്ളതാണ് പച്ചക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ്. ഇനി ഹിസ്ബുള്ളക്കെതിരെ വീണ്ടും വൻതോതിലുള്ള സൈനിക നടപടികൾ ആരംഭിക്കുന്നതിനെ 48.2% ഇസ്രായേലികളും പിന്തുണക്കുന്നതായി സർവേ കണ്ടെത്തി. 42.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പേര്. ജൂൺ 17 മുതൽ 20 വരെ നടന്ന സർവേയിൽ 17 വയസ്സിനുള്ള 3644 ഇസ്രായേൽ പൗരന്മാരാണ് പങ്കെടുത്തത്. അപ്പൊ ഇത്രയും പേരില് നടത്തിയിട്ടുള്ള ഇതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. 3644 സാമ്പിള്. അതിന്റെ സാമ്പിൾ സൈസ് ഒക്കെ എങ്ങനെ എടുത്തതെന്നൊന്നും അറിയത്തില്ല. എന്ത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണോന്നൊന്നും അറിയത്തില്ല. അതായത് ഇപ്പൊ ക്ലസ്റ്റർ ആണോ, എന്ത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് ഇവര് ഈ റിസർച്ചിന് വേണ്ടിയിട്ട് എടുത്തതെന്നൊന്നും അറിയത്തില്ല. എങ്കിൽ കൂടെ ഇത്രയും പേരെ എടുത്തിട്ടാണ് ഈ പറയുന്ന ഒരു അഭിപ്രായ രൂപീകരണം ഇപ്പൊ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട് എന്നുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ഇത്താമിർ ബെൻഗവീർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാര് അയാളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, പട പേടിച്ച് പന്തളത്തി എന്നപ്പോ അവിടെ പന്തംകുളത്തിപ്പട എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും അങ്ങേരെങ്ങാനും ഇനിയിപ്പോ പ്രധാനമന്ത്രിയായി വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.